എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഞങ്ങളുടെ വീട്ടിലുള്ള മുരിങ്ങയുടെ പൂ വച്ചിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. മുരിങ്ങയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത അത്ര ഗുണങ്ങളുണ്ട്, ആരോഗ്യ ഗുണങ്ങളുണ്ട് ഇത് കഴിക്കുന്നുണ്ട്. ഇലയും മുരിങ്ങാക്കായും മുരിങ്ങാപ്പൂവും എല്ലാം നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ മുരിങ്ങയിൽ പൂവുണ്ടായത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് പൂവൊക്കെ എടുത്തിട്ട് ഒരു തോരൻ പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ ഞാൻ മുരിങ്ങയുടെ ഇലയൊന്നും ചേർക്കുന്നില്ല, പൂവും അതിൻ്റെ മുട്ടും മാത്രം എടുത്തിട്ട് ആണ് തോരൻ വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് അരപ്പ് തയ്യാറാക്കി വയ്ക്കും. ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ ജീരകവും കുറച്ച് പച്ചമുളക്, അല്ലെങ്കിൽ കാന്താരി മുളകായാലും കുഴപ്പമില്ല. ഞാനിവിടെ കാന്താരി മുളകും 2 കാന്താരി മുളകും 1 പച്ചമുളകുമാണ് ചെറുതെടുത്തിരിക്കുന്നത്. പിന്നെ 1-2 ഉള്ളി, എനിക്ക് ഈ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് അധികം ഇഷ്ടമല്ല, അതുകൊണ്ട് ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചതച്ച് അവിടെ മാറ്റി വയ്ക്കാം. ഇനിയും ഒരു പാൻ അടുപ്പത്ത്, അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടി ആയാലും മതി, അത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കുറച്ച് കടുകും പിന്നെ ഒരു വറ്റൽമുളകൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അതും കൂടി ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുവിധം വലിപ്പമുള്ളൊരു സവാള ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഈ സവാളയുടെ നിറമൊന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ, അതായത് ഒന്ന് വാടി വരണം. വാടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് എല്ലാം കൂടെ ഒന്ന് പെട്ടെന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതും ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മുടെ മുരിങ്ങാപ്പൂവ്, ഞാൻ അതിൻ്റെ മുട്ടൊക്കെ എടുത്തിട്ടുണ്ട്, ആ മുരിങ്ങാപ്പൂവും ആ മുട്ടും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, അധികം സമയമൊന്നും വേണ്ട. ഇത് ഒന്ന് വാടി വരണം. ഒരു മിനിറ്റൊക്കെ കഷ്ടി മതി. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം മുളക് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഞാനൊരു 1/4 ടീസ്പൂണൊക്കെ ചേർത്തിട്ടുള്ളൂ. മുളക് പൊടിയും നമ്മൾ പച്ചമുളക് ചേർത്തുകൊണ്ട് ഒരൽപ്പം ചേർത്താൽ മതി, ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം ഒരു മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, ചതച്ച് വെച്ചിരിക്കുന്നത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒന്നിളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി. ഒരു 3 മിനിറ്റിൽ താഴെ മാത്രം മതി ഇതിന് സമയം. പെട്ടെന്ന് കുക്കായി കിട്ടും, ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ്. നമ്മുടെ മുരിങ്ങാപ്പൂ തോരൻ ഇവിടെ റെഡിയാണ്. കണ്ടോ, ഇളക്കി കഴിഞ്ഞു. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി, ഒരു മിനിറ്റിൽ താഴെ. അത് കഴിയുമ്പോൾ നമുക്കെടുത്ത് സെർവ് ചെയ്യാം. ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണെന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെയാണ് ടേസ്റ്റും. എനിക്ക് മുരിങ്ങയിലേക്കാട്ടിയും ഇഷ്ടം മുരിങ്ങാപ്പൂവ് തോരനാണ്. അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു. ബൈ.